everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കുറച്ചൊരു ടെൻഷനിലാണ്. കാരണം നാളെ നമുക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്. നാളത്തെ ഇംഗ്ലീഷ് എക്സാമിൽ ഗ്രാമർ സെക്ഷനിൽ 4 മാർക്കിനോളം ചോദിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്. ആ ടോപ്പിക്ക് ഗംഭീരമായി സിമ്പിളായി ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു ബേസിക് ഐഡിയ ഉള്ള ആൾക്കാർ, ഇതിന്റെ ബേസ് ഒന്നും ആവശ്യമില്ലാത്ത ആളുകൾ ഇതിന്റെ ഇനീഷ്യൽ പാർട്ട് സ്കിപ്പ് ചെയ്യുക, നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുക. ആൻഡ് അതിന്റെ അവസാനം ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്യുക. ആൻഡ് സാർ, അടുത്ത ചോദ്യം, സാർ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടില്ല, നാളെ എക്സാം ആണ്, ഇതാണ് നിങ്ങളുടെ ടെൻഷൻ എങ്കിൽ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മുടെ ചാനലിൽ നടക്കുന്ന ഇംഗ്ലീഷിന്റെ മെഗാ മാരത്തോണിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും ഗ്രാമറും ഡിസ്കോഴ്സുകളും ഒക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം പോലും വിടാതെ കൃത്യമായി നമ്മൾ പഠിക്കും. അത് നാച്ചു സാർ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. സോ നിർബന്ധമായിട്ടും അങ്ങോട്ട് വരിക. താഴെ ലൈവിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. 7 മണിക്ക് നമ്മൾ ഇവിടെ കാണുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ടോപ്പിക്. നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ അതിനെ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. കാരണം എന്താ അറിയോ, നാളെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ചോദിക്കും, നിങ്ങൾക്കൊരു 2-3 സെന്റൻസ് തന്നിട്ട് ചോദിക്കും, പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഇതാണ് ആദ്യത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. അടുത്ത ചോദ്യം ഇതാണ്, പിക്ക് ഔട്ട് ദ വേർബ് ഫ്രേസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. പിക്ക് ഔട്ട് ദി വേർബ് ഫ്രേസ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ആൻഡ് നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ ഈ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഈ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ? ഞാൻ നിങ്ങളോട് രഹസ്യം പറഞ്ഞുതരാം, ഇങ്ങോട്ട് വാ. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആണ്. സാർ ചുമ്മാ പറയല്ലേ? അല്ല സാർ, ശരിക്കും പറഞ്ഞതാണ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സെന്റൻസ് എഴുതരാം, ശ്രദ്ധിച്ചു കേട്ടോളെ. All the students of Xylem got full A+. യെസ്, അപ്പൊ സൈലത്തിലെ എല്ലാ കുട്ടികൾക്കും എന്ത് കിട്ടുന്നു? ഫുൾ A+ കിട്ടി എന്ന് ഞാൻ പറയുന്നു. ഇതൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് ആണോ? അല്ല, എല്ലാ സ്റ്റുഡൻസും നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് സൈലം ആണ്. ആരാണ്? ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് സൈലം. സൈലത്തിലെ എല്ലാ കുട്ടികളുമാണ് ഈ സെന്റൻസിലെ എന്ത്? ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ മറ്റൊരു പേരാണെന്ത്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ പരിപാടി. ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഒരാളില്ലേ, ഈ വെർബിൽ തുടങ്ങുന്ന ബാക്കിയുള്ള ആള്, അയാളെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? അയാളെയാണ് വേർബ് ഫ്രേസ് എന്ന് വിളിക്കേണ്ടത്. എന്ത് വിളിക്കേണ്ടത്? വേർബ് ഫ്രേസ് എന്ന് വിളിക്കുന്നത് പുള്ളിക്കാരനെയാണ്. അപ്പോൾ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ, വേർബ് ഫ്രേസ്. ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചിട്ട് നിങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻ കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇതാണ് ആ സെന്റൻസ്. I bought a new bike. ഞാനൊരു പുതിയ ബൈക്ക് മേടിച്ചു. അവിടെ സബ്ജക്റ്റ് ആരാ? അവിടെ സബ്ജക്റ്റ് ഐ ആണ്. ആരാണ്? ഐ ആണ് സബ്ജക്റ്റ്. വേറെ ആരെങ്കിലും ആണോ? അല്ല, ഐ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചു. ബൈക്കാണോ സബ്ജക്റ്റ്? ബൈക്കാണോ പ്രവൃത്തി ചെയ്യുന്ന ആൾ, വാങ്ങിയ ആൾ? അല്ലല്ലോ, ഞാനല്ലേ. സോ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അല്ലെങ്കിൽ ഇതിൽ ഐ ആണ് എന്താ? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഐ മാത്രമാണ്. ഇനി വേർബ് ഫ്രേസ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏതാ വേർബ് ഫ്രേസ്? വേർബിലോ ഓക്സിലറി വേർബിലോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ബോട്ട് എ ന്യൂ കാർ. എന്താണ്? ബോട്ട് എ ന്യൂ കാർ എന്നുള്ളതാണ് വേർബ് ഫ്രേസ്. എന്താണ്? വേർബ് ഫ്രേസ്. ദാറ്റ് മീൻസ് a noun phrase in the subject position can be this big or it can be this small. So I എന്ന് പറഞ്ഞ വേർഡിന് noun phrase in the subject position ആവാൻ പറ്റും. കാരണം മോഡേൺ ഗ്രാമറിൽ ഒരു വേർഡ്, ഒരു പ്രോനൗണോ നൗണോ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് നൗൺ ഫ്രേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, അടുത്ത കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ഞാനിവിടെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ 4 സെന്റൻസിലെയും സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ഏതാണ് എന്നൊന്ന് ഗസ് ചെയ്തേ. വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ.
യെസ്, ആദ്യത്തെ സെന്റൻസ് ഞാൻ വായിക്കുകയാണ്. ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. കാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ വിൻഡോസിൽ. വിൻഡോസില്ലിൽ പൂച്ച ഇരിക്കുന്നു, അല്ലെങ്കിൽ പൂച്ച വിൻഡോസിൽ ഇരിക്കുന്നു. അവിടെ സബ്ജക്റ്റ് ആരാ? പൂച്ചയാണ്, കാറ്റ് ആണ്. അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ആരാ? കാറ്റ് മാത്രമാണ്. രണ്ടാമത്തെ സെന്റൻസ് വായിക്കുക. ദ കാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ വിൻഡോസിൽ. ദ പൂച്ച വിൻഡോസിൽ ഇരിക്കുന്നു. ആര്? വെറും പൂച്ചയാണോ? ഏത് പൂച്ചയാണ്? ദ പൂച്ച. പൂച്ചയുടെ കൂടെ ദ എന്ന് പറഞ്ഞൊരു ഡിറ്റർമിനർ കൂടിയുണ്ട്. സോ രണ്ടാമത്തേതിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ദ കാറ്റ് ആണ്. മൂന്നാമത്തത് ദ ബ്ലാക്ക് കാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ വിൻഡോസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ കറുത്ത പൂച്ച വിൻഡോസിൽ ഇരിക്കുന്നു. ദ പൂച്ചയാണോ? വെറും പൂച്ചയാണോ? അല്ല, ദ കറുത്ത പൂച്ച. അവിടെ പൂച്ച എന്ന ഹെഡ് നൗണിന്റെ കൂടെ കാറ്റ് എന്ന് പറഞ്ഞ ഹെഡ് നൗണിന്റെ കൂടെ ബ്ലാക്ക് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവും ദ എന്ന് പറഞ്ഞ ഡിറ്റർമിനറും ഉണ്ട്. സോ മൂന്നാമത്തതിൽ ദ ബ്ലാക്ക് കാറ്റ് ആണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ. ഇതാ പരീക്ഷ ചോദിക്കുക. അടുത്തത് ദ ബ്ലാക്ക് കാറ്റ് വിത്ത് ഗ്രീൻ ഐസ് ഈസ് സിറ്റിംഗ് ഓൺ ദ വിൻഡോസിൽ. മലയാളം പച്ചക്കണ്ണുള്ള കറുത്ത പൂച്ച വിൻഡോസിൽ ഇരിക്കുന്നു. സോ അവിടെ ദ ബ്ലാക്ക് കാറ്റ് ആണോ എന്റെ സബ്ജക്റ്റ്? അല്ല, പച്ചക്കണ്ണുള്ള കറുത്ത പൂച്ചയാണ്, അല്ലെ? ദ ബ്ലാക്ക് കാറ്റ് വിത്ത് ഗ്രീൻ ഐസ് ഈസ് സിറ്റിംഗ് ഓൺ ദ വിൻഡോസിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ ഒന്നാമത്തെ സെന്റൻസിൽ നൗൺ ഫ്രേസ് ഇതാണ്, നാലാമത്തെ സെന്റൻസിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ഇതാണ്. അതിന്റെ ഒരു പ്രോഗ്രഷൻ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ കൊടുത്തത്. ഓക്കെ, ആൻഡ് ഇതിന്റെ വേർബ് ഫ്രേസ് സെയിമാ. ഏതാ വേർബ് ഫ്രേസ്? ഈ സിറ്റിംഗ്, ഈ സിറ്റിംഗ്, ഈ സിറ്റിംഗ്, ഈ സിറ്റിംഗ്. ഇത്രയുള്ള വേർബ് ഫ്രേസ്. മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ നമ്മൾ വിളിക്കുക ഈ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ, ഈ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനിൽ തുടങ്ങുന്ന ഈ ഫ്രേസിനെ നമ്മൾ വിളിക്കുക പ്രപ്പോസിഷണൽ ഫ്രേസ് എന്നാണ്. പ്രപ്പോസിഷണൽ ഫ്രേസ് എന്നാണ്. സോ അതുകൂടെ അതിന്റെ കൂടെ എഴുതേണ്ട ആവശ്യമില്ല, തെറ്റിക്കരുത് കേട്ടോ. അതുകൂടെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഓൺ എന്ന് പറഞ്ഞ വേർഡ് ഒരു പ്രപ്പോസിഷൻ ആണ്. സോ ഓണിൽ തുടങ്ങുന്നതുകൊണ്ട് ആ ഫ്രേസിനെ ഞാൻ പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കും. മനസ്സിലായോ? ശരി, ഇത് നോക്കിക്കോളെ. ഈ 4 സെന്റൻസിലെ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് പറഞ്ഞേ നിങ്ങൾ, എന്നിട്ട് വേർബ് ഫ്രേസും പറയാം. ഒന്നാമത്തെ സെന്റൻസ്, സ്റ്റുഡൻസ് ആർ സസ്പെൻഡഡ് ഫ്രം ദ ക്ലാസ്. സ്റ്റുഡൻസിനെ ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവിടുത്തെ സബ്ജക്റ്റ് ആരാ? സ്റ്റുഡൻസ് ആണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ആരാ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്? സ്റ്റുഡൻസ് ആണ്. സോ സ്റ്റുഡൻസ് എന്നുള്ളതാണ് നൗൺ ഫ്രേസ്. സ്റ്റുഡൻസ് എന്നുള്ളതാണ് എന്താ? നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ. രണ്ടാമത്തത്, സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് 10 ആർ സസ്പെൻഡഡ് ഫ്രം ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? 10ാം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ്സിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അവിടെ വെറും സ്റ്റുഡൻസ് ആണോ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ? നമ്മൾ സബ്ജക്റ്റ് എന്നുള്ള മാറ്റിയിട്ട് കുറച്ചുകൂടെ ഗംഭീരമുള്ള വേർഡ് പറയാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഏതാണ്? സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 10 ആണ്. മൂന്നാമത്തതിൽ ഏതാ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ? പറഞ്ഞേ, ഏതാ? യെസ്, ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ആണ്. ഓൾ ദ സ്റ്റുഡൻസ്, അവിടെ ഓൾ കൂടെ വരും. നാലാമത്തതിലോ? all the students in class 10 who have not submitted their notebook are suspended from the class. 10ാം ക്ലാസ്സിലെ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാത്ത എല്ലാ കുട്ടികളും ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഐ വോണ്ട് യു ടു റീഡ് ഇറ്റ് ട്വൈസ്. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സസ്പെൻഡ് ചെയ്തു എന്നല്ല പറയുന്നത്. 10ാം ക്ലാസ്സിലെ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാത്ത എല്ലാ കുട്ടികളും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. നോക്കൂ, ഓൾ ദ സ്റ്റുഡൻസ് ആണോ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ? അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് അല്ല. പിന്നെയോ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 10 ആണോ? അല്ല. പിന്നെയോ ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 10 ഹു ഹാവ് നോട്ട് സബ്മിറ്റഡ് ദർ നോട്ട്ബുക്ക്. ഇവിടെ ഈ വിച്ച്, വേർ, ഹൂ എന്നൊക്കെ പറഞ്ഞ വേർഡ് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്. കാരണം മിക്കവാറും അതുകൂടെ എന്തിൽ പെടും? നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷനിൽ പെടും. ശരി, വേർബ് ഫ്രേസ് ഏതാ? വേർബ് ഫ്രേസ് സിമ്പിളാ. ആർ സസ്പെൻഡഡ്, ആർ സസ്പെൻഡഡ്, ആർ സസ്പെൻഡഡ്, ആർ സസ്പെൻഡഡ്. ഇനി നിങ്ങൾ ഫ്രം ദ ക്ലാസ് കൂടെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഫ്രം ദ ക്ലാസ് ആക്ച്വലി പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. കാരണം ഫ്രം എന്ന് പറഞ്ഞ വേർഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഫ്രം ഒരു പ്രപ്പോസിഷൻ ആയതുകൊണ്ട് ഫ്രം ദ ക്ലാസ് എന്നുള്ളത് എന്ത് ഫ്രേസ് ആണ്? പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പൊ പ്രപ്പോസിഷണൽ ഫ്രേസ് അഥവാ കാലക്കേടിന് പരീക്ഷയ്ക്ക് ചോദിച്ചാലും എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റണം. ഈ ഓണ്, അറ്റ്, ഇന്ന്, ഫ്രം ഇതിലൊക്കെ തുടങ്ങുന്ന ഫ്രേസിനെയാണ് പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് നൗൺ ഫ്രേസ് ആണ്, ഇത് വേർബ് ഫ്രേസ് ആണ്, ഇത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. കാരണം ഇത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മാത്രം പഠിക്കുന്നതല്ല, പിന്നെയോ ഇത് കൊല്ല പരീക്ഷയ്ക്ക് വേണം, SSLC എക്സാമിന് വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഓരോ സെന്റൻസിലെയും സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി അറ്റ് ദ ബോൾ. ബോൾ എന്ന് പറഞ്ഞാൽ ഡാൻസ് പാർട്ടി. അവള് ഡാൻസ് പാർട്ടിയിൽ ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് കളിച്ചു.
അവിടെ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. രണ്ടാമത്തതിൽ ഐ പെയിന്റഡ് എ വൈബ്രന്റ് ലാൻഡ്സ്കേപ്പ് ഓൺ ദ ക്യാൻവാസ്. അവിടെ എടുത്തോ, ഞാൻ ക്യാൻവാസിൽ ഒരു വൈബ്രന്റ് ലാൻഡ്സ്കേപ്പ് വരച്ചു. അവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആരാ? ഐ മാത്രമാണ്, ഒരൊറ്റ വേർഡ് ഐ, വേറെ ഒന്നുമില്ല. പിന്നെയോ മൂന്നാമത്തത് ഹീ പ്ലേഡ് ദ പിയാനോ ബ്യൂട്ടിഫുള്ളി ഡ്യൂറിംഗ് ദ കൺസേർട്ടിന്റെ സമയത്ത് അവൻ മനോഹരമായി പിയാനോ പ്ലേ ചെയ്തു. അവനാണ് പ്ലേ ചെയ്തത്, പിയാനോ അല്ല. പിന്നെയോ അപ്പൊ സബ്ജക്ട് ഏതാണ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഏതാണ്? ഹി ആണ്. അടുത്തത് ദേ കംപ്ലീറ്റഡ് ദ പ്രൊജക്ട് അഹെഡ് ഓഫ് ദ ഷെഡ്യൂൾ. അവർ ഷെഡ്യൂളിന് മുമ്പ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു. അവർ ആരാ കംപ്ലീറ്റ് ചെയ്തത്? ദേ ആണ്. അടുത്തതിൽ ഏതാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ? വി ആണ്. അടുത്തതിലോ ഇറ്റ് റെയിൻഡ് ഹെവിലി ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് റെയിൻഡ് ഹെവിലി ലാസ്റ്റ് നൈറ്റ്. റെയിൻഡ് ആണോ? ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റ് നൗൺ ഫ്രേസാ, പക്ഷെ അത് ഒബ്ജക്റ്റ് പൊസിഷനില. നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങളോട് ചോദിക്കുക എന്താണ്? സബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസാ. എപ്പോഴും ആലോചിക്കുക, സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിലേ വരുള്ളൂ, നടുക്ക് വരൂല. അപ്പൊ ഇവിടുത്തെ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആരാന്ന് കേൾക്കണോ നിങ്ങൾക്ക്? ഇറ്റാണ്. ഏതാണ്? ഇറ്റാണ്. ഒരു മാർക്ക് പോകണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. ഈ പറയുന്ന വേർഡ്സിനൊക്കെ എന്താവാനുള്ള ക്വാളിറ്റി ഉണ്ട്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആവാനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് മാത്രം വന്നാലും അത് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആവും. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോ ഹീ വരും, പക്ഷെ ഹിസ്സിനാവാൻ പറ്റൂല. ഷീ വരും, ഹെറിനാവാൻ പറ്റൂല. അതൊന്നും പറ്റൂല. ഈ അയ്യോ ദേവി ഹീ ഷീറ്റ് എന്ന് പറഞ്ഞ പ്രോനൗൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ആവാനുള്ള ക്വാളിറ്റി ഉള്ളൂ. ഹിസ്, ഹെർ പോലെയുള്ള വേർഡ്സിന് പറ്റില്ല. ഓക്കെ, ശരി. ഇപ്പൊ നമുക്ക് ആ ഐഡിയ ഭയങ്കര സ്ട്രോങ് ആയി അല്ലേ? എന്തെങ്കിലും പഠിച്ചു പോവല്ല, നമ്മൾ ഐഡിയ ഭയങ്കര സ്ട്രോങ് ആക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ, ഇതാണ് കാര്യം. The book that I borrowed from the library is fascinating. നോക്കൂ, ഈ സെന്റൻസ് ഞാനൊന്ന് വായിക്കുകയാണ്. The book that I borrowed from the library is fascinating. നിങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരും the book എന്ന് എഴുതിയിട്ട് അവിടെ അങ്ങ് നിർത്തും. The book അല്ല, ദ ബുക്ക് ആണോ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ? അല്ല. എല്ലാ ബുക്കും നിങ്ങളുടെ സബ്ജക്റ്റ് ആണോ? അല്ല. പിന്നെയോ ദ ബുക്ക് ദാറ്റ് ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. മനസ്സിലാക്കി വെക്കുക. ഞാൻ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയ പുസ്തകമാണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേർഡ് ഏതാണ്? ദാറ്റ് ആണ്. അവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ആരുണ്ട്? ദാറ്റ് ഉണ്ട്. അടുത്ത സെന്റൻസ്, ദ പേഴ്സൺ ഹു കോൾഡ് യു ഏർലിയർ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ഇവിടെ ദ പേഴ്സൺ ആണോ നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ? അല്ല. ദ പേഴ്സൺ ഹു കോൾഡ് യു ഏർലിയർ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. നിന്നെ നേരത്തെ വിളിച്ച ആള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ പേഴ്സൺ ഹു കോൾഡ് യു ഏർലിയർ ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇവിടെ ഈസ് ഫാസിനേറ്റിംഗും ഇവിടെ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡും ആണ് വേർബ് ഫ്രേസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹൂ എന്ന് പറഞ്ഞൊരു വേർഡാണ് കണക്ട് ചെയ്യുന്നത്. ഇനിയോ the movie that we watched last night was incredible. ഇന്നലെ രാത്രി നമ്മൾ കണ്ട മൂവി ഇൻക്രെഡിബിൾ ആയിരുന്നു. അവിടെ ദ മൂവി ആണോ സബ്ജക്റ്റ്? ദ മൂവി ആണോ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ? അല്ല. ഇന്നലെ രാത്രി കണ്ട മൂവിയാണ് ദ മൂവി ദാറ്റ് വി വാച്ച്ഡ് ലാസ്റ്റ് നൈറ്റ്. ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ എല്ലാ സെന്റൻസും ഞാൻ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇവിടെ the restaurant where we had dinner ആണ് noun phrase in the subject position. The car that I bought last year, the city where I grew up, the house that they built on the hill, the website where I found the information, those who arrived early. ഇതൊക്കെയാണ് ഇതിലെ noun phrase in the subject position. Verb phrase ഏതൊക്കെയാണ്? Was incredible, served delicious food, needs some repairs, has changed a lot over the years, is quite impressive, is reliable, got the best seat. എപ്പോഴും നിങ്ങളുടെ ട്രിക്ക് കയ്യിലുണ്ടായിരിക്കണം. നൗൺ ഫ്രേസ് കഴിഞ്ഞാൽ ഒരു വെർബോ ഒരു ഓക്സിലറി വെർബോ ആയിരിക്കും ഉണ്ടാവുക. നൗൺ ഫ്രേസ് കഴിഞ്ഞാൽ ഈസ് ഓക്സിലറി വെർബ് അല്ലേ, വാസ് ഓക്സിലറി വെർബ് അല്ലേ, സെർവ്സ് മെയിൻ വെർബ് അല്ലേ, നീഡ്സ് മെയിൻ വെർബ് അല്ലേ, ഹാസ് ഓക്സിലറി വെർബ്, ഈസ് ഓക്സിലറി വെർബ്, ഈസ് ഓക്സിലറി വെർബ്, ഗോട്ട് മെയിൻ വെർബ്. സോ ഒരു നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ എഴുതി കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അത് കഴിഞ്ഞിട്ടൊരു വെർബ് ഓക്സിലറി വെർബ് വരുന്നത് നോക്കിയാൽ മതി. അപ്പൊ തെറ്റില്ല. ഡൺ. കാര്യം മനസ്സിലായല്ലോ. സോ നമ്മൾ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എന്താന്ന് പഠിച്ചു, വേർബ് ഫ്രേസ് എന്താന്ന് പഠിച്ചു, ഈവൻ പ്രപ്പോസിഷൻ ഫ്രേസ് എന്താന്ന് പോലും ചോദിച്ചാൽ നമുക്കറിയാം.
ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു, നല്ല കാര്യം. പക്ഷേ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്താലേ അതൊന്ന് പെർഫെക്റ്റ് ആവുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, പരീക്ഷാ പേപ്പറിലെ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം. നിങ്ങളോട് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണോ ചോദിച്ചത്, വെർബ് ഫ്രേസ് ആണോ ചോദിച്ചത്, പ്രപ്പോസിഷണൽ ഫ്രേസ് ആണോ ചോദിച്ചത്, ഇനി ഹെഡ് നൗൺ ആണോ ചോദിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അറിഞ്ഞിട്ടേ ചോദ്യം വായിക്കാവുള്ളൂ. ഈ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. വെർബ് ഫ്രേസ് ചോദിച്ചോ? ഇല്ല. പ്രപ്പോസിഷണൽ ഫ്രേസ് ചോദിച്ചോ? ഇല്ല. എഴുതണ്ട, ചോദിച്ച മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ സെന്റൻസ് നോക്കാം നമുക്ക്. സെന്റൻസ് നമ്പർ 1. Adichi went to the US for studies. Adichi went to the US for studies. Adichi യുഎസിലേക്ക് പഠനത്തിനായി പോയി. അവിടെ ആരാണ് സബ്ജക്റ്റ്? അതിച്ചിയാണ്. അവിടുത്തെ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ആരാണ്? അതിച്ചിയാണ്. സോ അതിച്ചിയാണ് നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ. കിട്ടിയോ? കിട്ടി. ഇനി അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേർബ് ഫ്രേസ്, അതായത് നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ കഴിഞ്ഞ ഉടനെ വേർബ് ആണോ വരുന്നത് നോക്കുക, അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ആണോ വരുന്നത് നോക്കുക. അതെ, കറക്റ്റാ. വെന്റ് വെർബ, വേർബോ ഓക്സിലറി വേർബോ വന്നാൽ മതി. സോ വെന്റ് ടു ദ US എന്നുള്ളതാണ് എന്ത്? went to the US എന്നുള്ളതാണ് എന്ത്? വേർബ് ഫ്രേസ്. ഏതാണ്? വേർബ് ഫ്രേസ്. ഇനി നിങ്ങൾക്ക് പ്രപ്പോസിഷണൽ ഫ്രേസ് വേണോ? അതും പിടിച്ചോ. ഇതാണ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ഏത്? ഫോർ സ്റ്റഡീസ്. ഏതാണ്? ഫോർ സ്റ്റഡീസ്. കാരണം ഇവിടെ ഫോർ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ മുതലാണ് പ്രപ്പോസിഷണൽ ഫ്രേസ് തുടങ്ങുന്നത്. സോ കൃത്യമായി പഠിച്ചോ. ഈ ക്ലാരിറ്റിയിൽ നിങ്ങൾ മാത്രമേ ഇത് പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ പക്ഷെ ഉത്തരത്തിൽ എന്ത് മാത്രം എഴുതിയാൽ മതി? അതിച്ച് മാത്രം എഴുതിയാൽ മതി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ ഞാൻ ഒന്നുകൂടെ പറയാണ്. ഇതെന്താണ്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇത് വേർബ് ഫ്രേസ്, ഇത് പ്രപ്പോസിഷണൽ ഫ്രേസ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹെർ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ്. ഹെർ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ്. മലയാളത്തിലേക്കാക്ക്. ഇവിടെ ചില ആൾക്കാർ ഈ ഹെർ എന്ന് എഴുതിയ നിർത്തിക്കളയും. നിർത്താവോ? ഇല്ല. അങ്ങനെ ഒരു വേർഡിന് ഹീക്കും ഷീക്കും നൗൺ ഫ്രേസ് ആവാൻ പറ്റും, ഹെറിനാവാൻ പറ്റില്ല. സോ അവിടെ അവളുടെ അമേരിക്കൻ റൂംമേറ്റ് ഷോക്ക്ഡ് ആയി എന്നാ പറയുന്നത്. സോ അവളുടെ അമേരിക്കൻ റൂംമേറ്റ് ആണ്, അല്ലെങ്കിൽ ഹെർ അമേരിക്കൻ റൂംമേറ്റ് ആണ് എന്ത്? നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ. കഴിഞ്ഞിട്ടില്ല, ശരിയാണോ എന്ന് കൺഫേം ചെയ്യും. നൗൺ ഫ്രേസ് എന്ന സബ്ജക്റ്റ് പൊസിഷൻ കഴിഞ്ഞ ഉടനെ എന്താ വരുന്നത് നോക്കുക? വാസ്. വാസ് ഒരു ഓക്സിലറി വേർബ്. അപ്പൊ കറക്റ്റാ. നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? ഓക്സിലറി വേർബ്, വേർബ് വരുള്ളൂ. സോ വാസ് ഷോക്ക്ഡ് ആണ് ഇതിൽ എന്ത്? വേർബ് ഫ്രേസ്. സോ നിങ്ങൾക്ക് ഇത് മാത്രം എഴുതിയാൽ മതി, പക്ഷെ ഇതും കൂടെ ഓർമ്മിച്ച് വെക്കുക. വേർബ് ഫ്രേസ് ഏതാണ്? വാസ് ഷോക്ക്ഡ്. ഇതിന് പ്രപ്പോസിഷണൽ ഫ്രേസ് ഉണ്ടോ? ഇല്ല. ഇല്ലാത്ത കാര്യം തപ്പേ കിട്ടൂലല്ലോ. അടുത്തത് മൂന്നാമത്തെ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളെ. മൂന്നാമത്തത്, all the students in class looked at her whenever Africa was referred. All the students in the class, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും looked at her, അവളെ നോക്കി, whenever Africa was referred to. അവിടുത്തെ സബ്ജക്റ്റ് ആരാ? അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആരാ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. all the students in the class. ക്ലാസ്സിൽ എല്ലാ കുട്ടികളുമാണ് അവിടെ സബ്ജക്റ്റ്. എല്ലാ കുട്ടികളുമാണ് അതിശയെ നോക്കുന്നത്. സോ എല്ലാ കുട്ടികളുമാണ് എന്താ? നൗൺ ഫ്രേസ്. ഇനി ശരിയാണോ നോക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലുക്ക്ഡ് ആണ്. കറക്റ്റാ. ലുക്ക്ഡ് എന്താണ്? വേർബ് ഫ്രേസ് ആണ്. സോ ലുക്ക്ഡ് അറ്റ് ഹർ whenever Africa was referred ആണ്. whenever Africa was referred to ആണ് എന്താ? വേർബ് ഫ്രേസ്. ഓക്കെ, വേർബ് ഫ്രേസ് നിങ്ങൾക്ക് ശരിയാവും. കാരണം നിങ്ങൾ ബാക്കിയുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, അവിടെ എവിടെയെങ്കിലും ഒരു പ്രപ്പോസിഷൻ കണ്ടാൽ അവിടെ നിർത്തുകയെന്ന് മാത്രമേ ഉള്ളൂ. ലുക്ക്ഡ് അല്ലെങ്കിൽ ലുക്ക്ഡ് അറ്റ് ഹർ കൊടുക്കാം. അടുത്തത് നാലാമത്തത്, എപ്പോഴും നിങ്ങൾക്ക് നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസിൽ ഒരു ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. നോക്കൂ. ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ് മെ നോട്ട് ബി ദ ഓൺലി സ്റ്റോറി. മലയാളം എന്താ? ആഫ്രിക്കയെ കുറിച്ച് ഞങ്ങൾ വിശ്വസിച്ച ഒറ്റ കഥ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ ഒരു കഥ ആവണമെന്നില്ല. ആഫ്രിക്കയെ കുറിച്ച് ഞങ്ങൾ വിശ്വസിച്ച കഥ ഒരേ ഒരു കഥ ആവണമെന്നില്ല. അവിടെ നിങ്ങൾ നോക്കിയേ, ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ദ സിംഗിൾ സ്റ്റോറിയിൽ അങ്ങ് നിർത്തും. ദ സിംഗിൾ സ്റ്റോറി. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം, സിംഗിൾ സ്റ്റോറി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വേർഡ് വേർബോ ഓക്സിലറി വേർബ് ആണോ? അല്ല. അപ്പൊ പിന്നെ ആ ലോജിക്ക് തെറ്റി. പിന്നെയോ, ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക, അവിടെ നിർത്താൻ തോന്നുന്നു ചില ആൾക്കാർക്ക്. ശരിയാണോ? അതും ശരിയല്ല. കാരണം എന്താ? രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് ഇവിടെ വിച്ച് വെർബോ ഓക്സിലറി വേർബോ അല്ല, അപ്പൊ അതല്ല. പിന്നെയോ, ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക വിച്ച് വി ബിലീവ്. ഇത്രയുമാണ് നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ. ലോജിക്ക് വളരെ സിമ്പിളാ. കാരണം ഇത് മലയാളത്തിലേക്ക് വായിച്ചു നോക്കുക. ആഫ്രിക്കയെ കുറിച്ച് ഞങ്ങൾ വിശ്വസിച്ച കഥ ഒറ്റ കഥയാവണം, ഒരേ ഒരു കഥയാവണമെന്നില്ല.
മനസ്സിലായോ? ഇത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം കിടക്കുന്നത്. അടുത്തത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കറക്റ്റാ. മേ ഓക്സിലറി വെർബ് ആണ്. മേ മൈറ്റ്. ഓക്കെ, മേ നോട്ട് ബി ദി ഓൺലി സ്റ്റോറി ആണെന്ത് വെർബ് ഫ്രേസ്. കിട്ടിയല്ലോ? ശരി. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വെർബ് ഫ്രേസ്. ചോദ്യം കൃത്യമായിട്ട് വായിക്കണേ. നിങ്ങളോട് എന്ത് പിക്ക് ചെയ്യാനാണ് പറഞ്ഞത്? വെർബ് ഫ്രേസ്. നൗൺ ഫ്രേസ് ആണോ? അല്ല, വെർബ് ഫ്രേസ്. They had been making a tour of the New England states. വെർബ് ഫ്രേസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ദേ ഹാഡ് ബീൻ, അവര് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിൽ ഒരു പര്യടനം നടത്തുമായിരുന്നു. അവിടെ സബ്ജക്റ്റ് ആരാ പര്യടനം നടത്തുന്നത്? ദേ ആണ്. ആരാണ്? ദേ. ഇത്രയേ ഉള്ളൂ, വേറെ ആരുമില്ല. ദേ ഉള്ളൂ, ദേ. അപ്പൊ ദേ നൗൺ ഫ്രേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്ട് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ഈ ഓക്സിലറി വെർബ് തുടങ്ങുന്ന ഹാഡിൽ തുടങ്ങുന്ന ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് ആണ് എന്താ? വെർബ് ഫ്രേസ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഇത്രയും എഴുതണം ഇതിന്റെ ആൻസറിന്. മനസ്സിലായോ? ശരി. അടുത്ത ചോദ്യം, റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. ഇതിൽ എന്താ ചോദിച്ചത്? നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആണ് ചോദ്യം. എ ലോങ് ബാർ ഓഫ് സൈലൻസ് ത്രോബ്ഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക് വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹാൾട്ടിംഗ് കൺഫെഷൻ. ഒരു നീണ്ട നിശബ്ദത, ലോങ് ബാർ ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഒരു നീണ്ട നിശബ്ദത, ത്രോബ് തളം കെട്ടി കിടന്നു ഇൻ ദ ലിറ്റിൽ ആറ്റിക്, ആ ചെറിയ മച്ചിൽ, വെൻ ഹി കൺക്ലൂഡഡ്, അദ്ദേഹം മിസ്റ്റർ ജോൺ തന്റെ ഹാൾട്ടിംഗ് നിർത്തിയുള്ള നെർവസ് ആയിട്ടുള്ള കുംഭസാരം കൺഫെഷൻ അവസാനിപ്പിച്ചപ്പോൾ. ഇവിടെ കുറെ പേര് എന്ത് ചെയ്യും? എ ലോങ് ബാറിൽ നിർത്തും. എ ലോങ് ബാർ ആണോ? അല്ല, അവിടുത്തെ സബ്ജക്ട് ലോങ് ബാർ അല്ല, പിന്നെന്താ? എ ലോങ് ബാർ ഓഫ് സൈലൻസ് ആണ്. സൈലൻസിന്റെ ഒരു ലോങ് ബാർ ആണ് സബ്ജക്ട്, അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്ട് പൊസിഷൻ. ഇനി ഇവിടെ നിർത്തണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലോങ് ബാർ നിങ്ങൾ നൗൺ ഫ്രേസ് നിർത്തിയല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള വേർബ് ആണോ ഓക്സിലറി വെർബ് ആണോ നോക്കുക. ഓഫ് വെർബ് ആണോ? അല്ല. ഓഫ് ഓക്സിലറി വെർബ് ആണോ? അല്ല, ഡെഫിനറ്റ്ലി നോട്ട്. ഓക്കെ, അപ്പോ ലോങ് ബാർ ഓഫ് സൈലൻസ്. ഇനി എവിടെ തൊട്ടാ വേർബ് ഫ്രേസ് തുടങ്ങുന്നത്? ത്രോബ്ഡ്, V2 ഫോം, ത്രോബിന്റെ V2 ഫോം, ത്രോബ്ഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക്. ഇത്രയും മതി വേർബ് ഫ്രേസ്. ഓക്കെ, അപ്പോ നിങ്ങളോട് എന്താ ചോദിച്ചത്? നിങ്ങളോട് ചോദിച്ചത് നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ആണ്. അത് കിട്ടി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ തരാം, ഒരു ഡെമോ ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ അതിന് ആൻസർ ചെയ്യും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് പഠിച്ചു കഴിഞ്ഞിട്ട് ആ കോൺഫിഡൻസിൽ ഇരിക്കരുത്. നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. ശരി, ചോദ്യം, ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് ദ ഹെഡ് നൗൺ. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ചോദിക്കാൻ സാധ്യതയില്ല, അഥവാ ചോദിച്ചാൽ നമ്മൾ എഴുതും. നിങ്ങളോട് നൗൺ ഫ്രേസും ഹെഡ് നൗണും, നൗൺ ഫ്രേസും ഹെഡ് നൗണും രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും സബ്ജക്റ്റ് പൊസിഷനിലാണ്. അതേ ചോദിക്കുള്ളൂ. ഒബ്ജക്റ്റ് പൊസിഷൻ സാധാരണ ചോദിക്കാറില്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ. The big cobra that coiled around the doctor's arm did not bite him. The big cobra that coiled around the doctor's arm. ഡോക്ടറിന്റെ കയ്യിൽ ചുറ്റിയ വലിയ കോബ്ര did not bite him. അദ്ദേഹത്തെ കടിച്ചില്ല. എന്റെ ചോദ്യം, ഇതിൽ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ഏതാണ്? അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഏതാണ്? ദ ബിഗ് കോബ്ര ആണോ? ദ ബിഗ് കോബ്ര മാത്രമാണോ? അല്ല. കാരണം ദ ബിഗ് കോബ്രയിൽ നിങ്ങൾക്ക് നിർത്താൻ തോന്നുവാണെങ്കിൽ ആ കോബ്ര കഴിഞ്ഞിട്ടുള്ള വേർഡ് ഏതാ നോക്കുക. ദാറ്റ്. ഏതാണ്? ദാറ്റ് ഒരു വേർബ് ഓക്സിലറി വേർബ് ആണോ? അല്ല. അത് മാത്രമല്ല, ഇവിടെ എല്ലാ കോബ്ര, ആ വലിയ കോബ്ര എല്ലാം എന്റെ സബ്ജക്റ്റ്. പിന്നെയോ ഡോക്ടറിന്റെ കയ്യിൽ ചുറ്റിയ വലിയ കോബ്രയാണ്. ഡോക്ടറിന്റെ കയ്യിൽ കോയിൽ ചെയ്ത വലിയ കോബ്രയാണ്. സോ ഇവിടുത്തെ നൗൺ ഫ്രേസിന്റെ സബ്ജക്റ്റ് പൊസിഷൻ ദ ബിഗ് കോബ്ര ദാറ്റ് കോയിൽഡ് അറൌണ്ട് ദ ഡോക്ടേഴ്സ് ആം ആണ്. എന്നിട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് വരുന്ന ഓക്സിലറി വേർബ് അല്ലേ? വേർബ് ഓക്സിലറി വേർബ് ആണോ? ഓക്സിലറി വേർബ് ആണ്. സോ ഡിഡ് നോട്ട് ബൈറ്റ് ഹിം എന്നുള്ളത് വേർബ് ഫ്രേസ്. സോ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് എന്താണ്? നൗൺ ഫ്രേസ് ആണ് എഴുതാൻ പറഞ്ഞത്. അതേതാണ്? ദ ബിഗ് കോബ്ര ദാറ്റ് കോയിൽഡ് അറൌണ്ട് ദ ഡോക്ടേഴ്സ് ആം. ഇനി എന്താണ് ഇതിലെ ഹെഡ് നൗൺ? സിമ്പിൾ ആണ്. ഞാനൊരു സെന്റൻസ് എഴുതുവാണ്. ദ യങ് മാൻ. ഇവിടുത്തെ ഹെഡ് നൗൺ, ഇവിടുത്തെ നൗൺ ഏതാ? ഇവിടെ ഒരു നൗണേ ഉള്ളൂ. ആ നൗണിന്റെ പേരാണെന്ത്? മാൻ. ഇവിടെ യങ് എന്ന് പറയുന്നത് മാനിനെ ക്വാളിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവും ദാ എന്ന് പറയുന്ന ഡിറ്റർമിനറും ആണ്. സോ ഹെഡ് നൗൺ, പ്രധാനപ്പെട്ട നൗൺ ഏതാണ്? മാൻ ആണ്. ഈ സെന്റൻസിലെ നൗൺ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒറ്റ നൗണേ ഉള്ളൂ അവിടെ, അതേതാണ്? അത് കോബ്രയാണ്. ഏതാണ്? കോബ്രയാണ്. സോ ഹെഡ് നൗൺ ഏതാണ്? ദ ബിഗ് കോബ്ര അല്ല, പിന്നെ എന്താണ്? കോബ്ര മാത്രമാണ്. കാരണം ബിഗ് അഡ്ജക്റ്റീവ് ആണ്, ദ ഡിറ്റർമിനർ ആണ്. ഇത്രേ ഉള്ളൂ കാര്യം മക്കളെ. നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. നിങ്ങളെക്കാൾ നന്നായി നിലവിൽ കേരളത്തിൽ ഇതാരും പഠിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. സോ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും ഈ ചോദ്യത്തിന്റെ ആൻസറും നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ആൻഡ് ഇതിലൊരു ചോദ്യം ഞാൻ ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം ഞാൻ ചെയ്യാം. രണ്ടാമത്തെ സെന്റൻസിൽ ഇറ്റ് വാസ് ആൻ ഏപ്പിൾ ആഫ്റ്റർനൂൺ.
അതൊരു ഏപ്പിൾ ആഫ്റ്റർനൂൺ ആയിരുന്നു. രണ്ട് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ എപ്പോഴും എന്തിനേ തുടങ്ങുള്ളൂ? തുടക്കം മുതലേ ഉണ്ടാവും, ഫ്രം ദ ബിഗിനിങ്. സോ ഏപ്പിൾ ആഫ്റ്റർനൂൺ അല്ല നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. പിന്നെ എന്ത് മാത്രമാണ്? ഇറ്റ് മാത്രമാണ്. ഒന്നാമത്തേതിലോ ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. ഓക്കെ, അടുത്തത് ഈ തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും എന്താണ്, ഇതിന്റെ ആൻസർ എന്താണ് എന്നൊന്ന് കമന്റ് ബോക്സിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. സോ ഇന്ന് 7 മണിക്ക് നമ്മൾ കാണും. ഇതിലും ഗംഭീരമായ കാര്യങ്ങളാണ് നമ്മൾ സ്പീഡിൽ ട്രിക്ക് വെച്ച് കാര്യങ്ങൾ പഠിക്കും. സോ പീപ്പിൾ, ഐ വിൽ സീ യു ദ ഷാർപ്പ് at 7. താങ്ക് യു എവരിവൺ. ഹാപ്പി ലേണിംഗ്.